എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയോ? ടോപ്പിക് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പൈസ ഉണ്ടാക്കാനുള്ള, സ്ത്രീകൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള എളുപ്പ വഴിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. എന്നിട്ട് അതിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കഴുത്ത് വെട്ടി ഇറക്കിയ ഡ്രസ്സൊക്കെ ഇട്ട്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ സാരിയൊക്കെ കൊടുത്ത്, സാരി ഉടുക്കുമ്പോൾ കുറച്ച് നല്ലോണം പ്ലീറ്റൊക്കെ, ചെറിയ പ്ലീറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടാൽ മതി. നല്ല പൈസ കിട്ടും. ഇപ്പൊ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള എളുപ്പ വഴി നമ്മുടെ കുറച്ച് താരങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ വൾഗറായിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് വൾഗറായിട്ടുള്ളതൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ആദ്യമേ നമ്മുടെ രേണു എന്താണ് ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നതെന്ന് കേട്ടു നോക്കാം. കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച് രേണുസുതി. ബൈ. കാണാം. സമയമൊന്നുമില്ല, എനിക്ക് സമയമുള്ളത് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ഭയങ്കര ബിസിയാണ്, എന്നാലും ഞാൻ കുറച്ച് സമയം കണ്ടെത്തി നിങ്ങൾക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ തരാം എന്നല്ലേ ഇപ്പൊ പറയുന്നത്. ഇപ്പൊ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഞാൻ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ഏതാണ് സാധനമെന്ന് നിങ്ങൾക്കൊക്കെ അതിൽ നിന്ന് മനസ്സിലാവും. മറ്റേതിനകത്ത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഞാൻ എൻ്റെ കുറച്ച് എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സുധിയുടെ ഒരു പഴയ ഷർട്ട് എടുത്തു വെച്ച് കരയുന്ന ഒരു സാഡ് ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഒരു റീൽസ് ചെയ്തേക്കുക. എന്തിനാ? ആരെ കാണിക്കാനാ? എന്നിട്ടല്ലേ ഈ സുധിയെ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യൂ. സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതൊക്കെ നല്ല കാര്യം തന്നെ, പൈസ കിട്ടും. ഓക്കെ, പക്ഷെ അതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളോ മാന്യമായിട്ടുള്ളത് കാണിക്കൂ. ഈ ഷർട്ടൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ സുധിച്ചേട്ടിനെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നല്ലോ. ആ സുധിയെ ഓർമ്മയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലേ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കത്തില്ലായിരുന്നു. ഇവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നമ്മുടെ നടിയായിട്ടുള്ള ഒരു പ്രിയങ്ക ഉണ്ടല്ലോ, അവർ പറയുന്നത് ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കാലമാണ്, തുണി അഴിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വലിച്ചു വീഴുക, ഇതല്ല വേണ്ടത്. ആക്ടർ പ്രിയങ്ക പറയുന്നത് ഇങ്ങനെയുള്ളവരെ വലിച്ചു കീറണമെന്ന്, അതാണ് വേണ്ടുന്നത്. ഇങ്ങനെയുള്ളവരാരും സ്ത്രീകളല്ല. സ്ത്രീകളുടെ സത്യമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീകളുടെ സെക്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണോ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? അതിനകത്ത് എത്രയോ നല്ല നല്ല കാര്യങ്ങൾ കാണിക്കാം, നല്ല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നല്ല ആക്ടേഴ്സ്, മിക്കവാറും ഉള്ള ആക്ടേഴ്സ് എല്ലാം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അവരൊക്കെ എത്ര നല്ല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയായിട്ട് കണ്ടേക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുക, എന്നിട്ട് അവരവരുടെ ശരീരത്തിന്റെ പല പാട്ടുകളും കാണിക്കുക, എന്നിട്ട് കുറച്ച് അങ്ങനെ ഒരിക്കലുമില്ല. പൈസ കിട്ടുന്ന തെറ്റായിട്ട് വല്ലതും ആകർഷിക്കുന്ന രീതി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ആകർഷിക്കും. ഞാൻ പറഞ്ഞ വല്ലവരോട് ഓടി എന്നെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ആരോടും പറയുന്നില്ല. ഇഷ്ടമുള്ളവർ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന അവരിപ്പോഴും നിൽക്കുന്നു. ഓരോ മിനിറ്റിനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനല്ല, അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത്. അതെ. അപ്പോ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു തെറ്റായിട്ട് തോന്നുന്നു. ഒരിക്കലുമില്ല. പൈസ കിട്ടുന്ന തെറ്റായിട്ട് വല്ലതും തോന്നുന്നു. ജോലി ചെയ്ത് പൈസ, എനിക്ക് ജോലി ഞാൻ ചെയ്ത് പൈസ കിട്ടും. തെറ്റായിട്ട് ആ ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വന്നോ? ഈ മാസം വരും. ഒരു മാസം 5 ലക്ഷം രൂപ ആയോ വരുമാനം? അത് ഇപ്പം പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ലക്ഷമാണ് നമുക്കൊന്നും അറിയാം, നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. വരട്ടെ. ഓക്കെ, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ഞാൻ ആരെയും എൻ്റെ സബ്സ്ക്രിപ്ഷനിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അവരവർ വന്ന് എടുക്കുന്നു, അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആള് ചെയ്തോളൂ. ഓക്കെ, നമ്മളെ ചെയ്തോളൂ. ഞങ്ങൾക്ക് എന്തിനാ ഈ നാടകം കാണിക്കുന്നേ? അങ്ങ് സബ്സ്ക്രിപ്ഷൻ ചെയ്തും അങ്ങനെ ജീവിച്ചാ പോരെ. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് എന്റെ സുധിച്ചേട്ടന്റെ ഷോട്ട്, ഇത് ചുച്ചേട്ടന്റെ പെർഫ്യൂമ് എന്ന് പറഞ്ഞിട്ടൊക്കെ എന്തിനാ ഈ നാടകം കാണിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മളെ കണക്കുള്ളവരൊക്കെ ഇവളെ എതിർക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? രേണു സുധി സിന്ദാബാദ് എന്ന് പറയുന്നവർക്ക് മനസ്സിലായോ? കേക്ക് 3000 എടുക്കുവാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പൊ വരുമാനം 6 ലക്ഷത്തിന്റെ അടുത്തോട്ട് വരുവാണ്. എനിക്ക് വയ്യ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനിയുടെ സ്പെഷ്യലായിട്ട് എന്തുണ്ടോ?
ഫാൻസിന് ഇഷ്ടപ്പെട്ടല്ല, ഫാൻസിന് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞല്ലോ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. ലക്ഷപ്രഭുവായി ലക്ഷങ്ങളാണ് സബ്സ്ക്രിപ്ഷനിലൂടെ വരുന്നത്. നേരത്തെ തന്നെ പറഞ്ഞില്ലേ, പൈസ കിട്ടുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാന്ന്. ശരിയായിട്ടുള്ള കാര്യമാണ്. പൈസ കിട്ടുമ്പോൾ മനുഷ്യന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരീരം എന്റെ ശരീരമല്ലേ, ഞാൻ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു, അതിന് ആർക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്. പക്ഷേ അതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുവാണ്. ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള സബ്സ്ക്രിപ്ഷൻ പല ചെറിയ കുട്ടികൾ വരെ കാണുന്നു എന്നുള്ളത്. സത്യം പറയാലോ, എനിക്ക് പേടിയാണ്. ഇത് പിള്ളേരെ വഴിതെറ്റിക്കുന്ന ഒരെണ്ണം തന്നെയാണ്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. രേണുവിന്റെ കാര്യം പറയാം. രേണു ഈ രീതിയിൽ വന്ന് സംസാരിച്ചിട്ട് പിന്നെ എന്തിനാണ് ഈ ഷട്ടൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെയുള്ള ഡ്രാമ ചെയ്യുന്നത്? അത് ഇപ്പോ ഇന്ന് വന്ന വീഡിയോ ആണ് രേണുവിന്റെ അക്കൗണ്ടിൽ. ഇനി ഒരാളുടെ ഭയങ്കര ഒരു ആഗ്രഹം കേൾക്കണോ? എന്താണെന്ന് അറിയാമോ? എനിക്ക് ബിഗ് ബോസിൽ പോണം. എന്തിനാ? എനിക്ക് മോഹൻലാലുമായിട്ട് ലെഗ് ലോക്ക് ചെയ്യാൻ. കേൾക്കണോ? ഇതാ. അല്ല, അപ്പം അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഒന്ന് ഓപ്പന. ഞാൻ ഫ്രീ ആണെങ്കിൽ പോകും. എനിക്ക് സിനിമയുടെ ഷൂട്ടൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ഉണ്ട്. ഫ്രീ ആണെങ്കിൽ പോകും. പിന്നെ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, ലാലേട്ടന്റെ ചെറിയൊരു ഉമ്മയെങ്കിലും കൊടുക്കണം. ബിഗ് ബോസിൽ ലാലേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ പോകും. അതെ, ലാലേട്ടൻ ഉണ്ടാവുമല്ലോ, ഞാനത് നടത്താം. അപ്പം ബിഗ് ബോസ് എല്ലാവരും അത്ര ആഗ്രഹമാണ് ലാലേട്ടനെ, ഇഷ്ടമാണല്ലേ? ഭയങ്കര ലാലേട്ടനെ അവർക്ക് മാത്രമല്ലേ ഉള്ളൂ ഇഷ്ടം. ലാലേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണോന്ന് എന്റെ പൊന്നു ചോദ്യം ചോദിച്ച യൂട്യൂബറെ അല്ലെങ്കിൽ മീഡിയക്കാരാ, ലാലേട്ടനെ കേരളത്തിലുള്ള മലയാളികൾക്കായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് ഉമ്മ കൊടുക്കാനോ ലിപ്ലോക്ക് ചെയ്യാനോ അല്ല. ഇവരെന്തായി പറയുന്നേ? എനിക്ക് ഭയങ്കര സിനിമയിലൊക്കെ ഞാൻ അഭിനയിക്കുന്നുണ്ട്, എനിക്ക് നല്ല റോളുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഫ്രീ ആണെങ്കിൽ ഞാൻ പോകും. പോയെന്ന് എന്തിനാണ്? ഒരു ഉമ്മ കൊടുക്കാൻ. അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. ഇവളൊക്കെ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? നമ്മളാരും കണ്ടിട്ടില്ല. ഇവളെയൊക്കെ പറയുന്നതിനൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ? എല്ലാവരും സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂഡിറ്റി മാത്രമാണ്. പക്ഷെ ന്യൂഡിറ്റി മാത്രമല്ല, നമ്മുടെ ലേറ്റസ്റ്റ് നമ്മളുടെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൊക്കെ കൊടുക്കും. ന്യൂഡിറ്റി അല്ല സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ അപ്പൊ അത് തെറ്റാറിയാണ്. മനസ്സിലായോ? പൈസ ഇപ്പൊ ഫോൺ അടിക്കായോ? മനസ്സിലായോ? ഇതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ന്യൂഡിറ്റി കാണിക്കാനായിട്ടുള്ള ഒരു കാര്യമല്ല. നല്ല നല്ല കാര്യങ്ങളും ഇടാൻ പറ്റുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ആണ് നേരെ ചൊവ്വ മെറ്റേരിയൽ നിന്നല്ല അവർ അവിടുത്തെ എടുത്തിട്ട് നമുക്ക് തരുന്ന നമ്മുടെ നിയമത്തിനനുസൃതമായിട്ടുള്ള പൈസയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷനാണ് കിട്ടുന്നത്, അല്ലേ? അല്ലാതെ അത് കള്ളത്തരമൊന്നുമല്ല. അപ്പം ഞാൻ കള്ളത്തരത്തിൽ ഒരു പൈസയും നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ എനിക്ക് അന്ന് ദേഷ്യം കിടന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്തയാണെന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇപ്പോഴും അങ്ങനെയാണ് പറയാനുള്ളത്. അത് ചെയ്യുന്ന അവിടെ തന്തയും തള്ളയായിരിക്കും, ഞാനല്ല. ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിലിടുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് എടുത്തിട്ടും വേറെ ഫോണിൽ എടുത്തിട്ടും അവർ ഒരു കണ്ടന്റ് ആക്കിയിട്ട് പലരും ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പ്രതികരിക്കുന്നത്? അവരോട് പ്രതികരിക്കാനുള്ള ഒരുപാട് സന്തോഷം. കാരണം നല്ല പ്രമോഷൻ, 3000 എടുത്ത സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ ഇനി 2-3 ദിവസം കൂടെ ആകുമ്പോൾ 3000 സബ്സ്ക്രിപ്ഷൻ ആവും. നിങ്ങൾ എനിക്ക് ഒരുപാട് നല്ല നല്ല പ്രമോഷൻസ് ആണ് തരുന്നത്. ഒരുപാട് സന്തോഷം. നിങ്ങൾ രേണുസുതി എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്ക് ഒരു ദിവസം 3 നേരം പോലെ ടാബ്ലറ്റ് പോലെയാണ് രേണുസുതി കണ്ടന്റ് എടുത്ത് തകർക്കുന്നത്. ഞാനത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ രേണു തന്നെ പറയുന്നുണ്ട്, ഇതിപ്പോ സബ്സ്ക്രിപ്ഷനിലെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത് നല്ല കാര്യമാണ്, അത് എനിക്ക് നല്ല പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യവും ഇല്ലാന്ന്. പിന്നെ അതേ വാഗുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ പറയുന്നത്, എന്നെ കൊണ്ട് ഞാനൊരു ദിവസം വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത യൂട്യൂബേഴ്സ് ഉണ്ട്, ടാബ്ലറ്റ് പോലെ 3 നേരം ആൾക്കാർ എൻ്റെ വീഡിയോ എടുത്തിട്ടിടുന്നുണ്ട്. എന്താ ഇതൊക്കെ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര പ്രൊമോഷനാണ്, അതുകൊണ്ട് നല്ല കാര്യമാണെന്ന്. നിങ്ങൾ ഇങ്ങനെ 3-4 നേരം ഇങ്ങനെ ഓരോരോ കോൺട്രവേഴ്സികൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളത് എടുത്തിട്ട് വീഡിയോ ആക്കും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, 3-4 നേരം ടാബ്ലറ്റ് പോലെ നിങ്ങൾ കോൺട്രവേഴ്സി ആയിട്ടുള്ള വീഡിയോകൾ ഇടാതിരിക്കൂ. മാന്യമായിട്ട് ഇപ്പൊ രേണു മാന്യമായിട്ടുള്ള വീഡിയോകളാണ് ഇടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും രേണുവിനെ വിമർശിക്കില്ല. അപ്പൊ രേണു വൈറലാവുകയില്ല, സാധാരണയായിട്ട് അങ്ങ് പോകും. അപ്പൊ രേണുവിന് ആവശ്യം എന്താണ്? രേണുവിന്റെ വീഡിയോസ് രേണു വൈറലാവണം. അപ്പോൾ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിടുമ്പോഴത്തേന് ആൾക്കാർ അതെടുത്ത് പ്രതികരിക്കുമ്പോൾ രേണുവിന് റീച്ച് കിട്ടുന്നുണ്ട്. രേണു അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തിനാണ് രേണു ഇങ്ങനെ കുറ്റം പറയുന്നത്? രേണുവിന് നല്ലതല്ലേ, പ്രമോഷൻ അല്ലേ? അപ്പൊ രേണു കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇടാതിരിക്കൂ. രേണുവിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആരും നിങ്ങളെ ചീത്തയും പറയത്തില്ല, വള്ളും പറയത്തില്ല, നിങ്ങളെ ആരും ഒരു കുറ്റവും പറയില്ല. നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിച്ചോ. പക്ഷേ ഇതേ കണക്കുള്ള വൃത്തികെട്ട വീഡിയോകളും കോൺട്രവേഴ്സി ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടാൽ നമ്മളെ കണക്കുള്ളവർ പ്രതികരിക്കും. നമ്മളൊന്നും പൊട്ടാറല്ലല്ലോ. എനിക്ക് സബുണ്ട്. സബിലൊക്കെ വന്നിരുന്ന പേയ്മെന്റ് പോയിട്ട് കണ്ടിട്ടായിരിക്കും കാണാൻ വേണ്ടി വലിയൊന്നും ഇല്ലല്ലോ. ഞാനിങ്ങനെ പുറത്തുമ്പോൾ ഈ ക്ലീവേജ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ള അതിനകത്ത് അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പോഴത്തെ വന്നിട്ട് എന്നെ തെറി വിളിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. പകൽമാന്യമായ ആൾക്കാരാണ്. രാത്രി ഇരുട്ടത്ത് പോവുകയും ചെയ്യും, പകലത്ത് അവരെ കളിയാക്കുകയും ചെയ്യും, ആക്ഷേപിക്കുകയും ചെയ്യും.
പക്ഷെ അത് കാണുന്നത് കൂടുതൽ കുട്ടികളാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ചർച്ചയായ സബ്സ്ക്രിപ്ഷൻ, ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ നേടിയ മലയാളി പെൺകുട്ടി പർപ്പിൾ ചേച്ചി. കാര്യം ഇതല്ലാതെ ഒരുപാട് നമ്മൾ അറിയാത്ത പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ നേരത്തെ ചെയ്തു വെച്ച കാര്യമാണ്. ഇങ്ങനെ മേനി പ്രദർശനങ്ങളും അല്ലാതെ എന്തും ആയിക്കോട്ടെ, എന്തിനും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന പ്രതീക്ഷയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിതാവിൻ്റെ അടുത്ത് വരുവാണ്, ഇങ്ങനെ സംഭവം അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എടോ കണ്ടു, അതൊക്കെ അവർ ഇഷ്ടം, ഈ ലോകത്ത് ഏത് രീതിയിൽ കാശുണ്ടാക്കാൻ എല്ലാവരും സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്, അവരത് ചെയ്തോട്ടെ. എടോ അതല്ല, എൻ്റെ മകൻ ഇത് തന്നെ 13 വയസ്സുകാരൻ ഇങ്ങനെ സംഭവം കണ്ടായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഇത് പൈസ എടുത്തവൻ ഇങ്ങനെ ഒരാളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വീഡിയോ കണ്ടു. ഒന്ന് ഓർത്തുകൂടെ എൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്തൊരു ദുഃഖം. കാര്യം നമ്മുടെ മക്കളൊക്കെ ഉണ്ട്, പലരും മക്കളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു കുട്ടിയോട് ഞാൻ ഇതിന് ചെയ്ത് ചർച്ചയിൽ വേറെ ആളെടുത്ത് പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞത് എൻ്റെ ക്ലാസ് ടീച്ചർ. അതാണ് ചെറിയ കുട്ടികൾ ഇപ്പോൾ ക്ലാസ് ടീച്ചറിനെ ആയാലും അവരുടെ സിസ്റ്ററിനെ ആയാലും കാണുമ്പോൾ അവർ വിചാരിക്കും അവർ ഈ സബ്സ്ക്രിപ്ഷൻ കണ്ടിട്ട് അവനകത്ത് കാണിക്കുന്ന സ്ത്രീകളുടെ ശരീരം വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യും. അത് തെറ്റല്ലേ? സ്കൂൾ കുട്ടികളാണെന്ന് ഓർക്കണം. ഇപ്പം ഇവർ പറഞ്ഞത് 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ്. അപ്പോൾ ചെറിയ മക്കൾ ഇതേ കണക്ക് അവർക്ക് പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന പൈസയും അല്ലാതെ അവർ പൈസ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് ഇതേ കണക്കുള്ള, ഇന്നിപ്പം ഫോണില്ലാത്ത കുട്ടികളില്ല. 15 വയസ്സ്, 15 വേണ്ട, 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇന്ന് ഫോണുണ്ട്. അവരുടെ അതിനകത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇതേ കണക്ക് വളരെ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ. രേണുവിൻ്റെ തന്നെ 199 രൂപയാണെന്ന് പറയുന്നുണ്ട്. പോട്ടെ, ഒരു 300 രൂപയ്ക്കകത്ത് സബ്സ്ക്രിപ്ഷൻ്റെ റേറ്റാണ്. അതിൽ നിന്നും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഇതേ കണക്കുള്ള വീഡിയോകൾ കണ്ടിട്ട് ആ വീഡിയോകൾ കാണുന്ന സ്ത്രീകൾ കാണിക്കുന്ന കാര്യങ്ങൾ മറ്റ് പുറത്തിറങ്ങിയിട്ട് അവരുടെ ടീച്ചേഴ്സിനെയും അവരുടെ വീട്ടിലുള്ളവരെയും അവരുടെ കസിൻസിനെയും ഒക്കെ വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യില്ലേ? അപ്പോൾ ആ കുട്ടികളുടെ മൈൻഡിൽ എന്താണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വലിയ ഒരു അഡിക്ഷനാണ്, എത്ര വലുതായിട്ട് ഈ കുട്ടികൾ വഴി തെറ്റിപ്പോവും. 18 വയസ്സ് കഴിയുമ്പോൾ ഈ കുട്ടികളുടെ ഗതി എന്തായിരിക്കും, അവരുടെ മെൻറ്റാലിറ്റി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇത് നിർത്തലാക്കണം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ പർപ്പിൾ ചേച്ചിയുടെ കാര്യം. പർപ്പിൾ ചേച്ചി ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ചൊക്കെ എന്താ പറയുന്നതെന്ന് അറിയണം. പർപ്പിൾ ചേച്ചിയുടെ ചാനൽ പൂട്ടി, അതായത് സബ്സ്ക്രിപ്ഷൻ ചാനൽ പൂട്ടി. കോടികൾ വരുമാനം ഉണ്ടാകുന്ന പറയുന്നത്. പൂട്ടിയത് ആരെയോ ഇതണക്ക് ചൊറിഞ്ഞെന്നും പറയുന്നുണ്ട്, അത് കണക്കും പറയുന്നുണ്ട്, അല്ലാതെ പറയുന്നുണ്ട്. കഷ്ടപ്പെട്ട ആൾക്കാർ പൈസ കൊടുത്തിട്ട് ഇതിനകത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് അവർക്ക് കാണാൻ വേണ്ടിയുള്ളതൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യവും പറയുന്നുണ്ട്, ഒരു മിലിറ്ററിക്കാരനെ കണ്ട് എന്തോ പറഞ്ഞ് അതിൻ്റെ പേരിൽ അയാൾ ഇറങ്ങി തിരിച്ചതാണ്. അതേ കണക്ക് തന്നെ ഈ രേണു നമ്മുടെ യൂട്യൂബിലുള്ള 2 പേരുടെ പേരോട് പറയുന്നുണ്ടായിരുന്നു, 2 അതുൽ ആൻഡ് വേറെ ഡാനി സത്യ എന്ന് പറയുന്നവരോട് പറയുന്നുണ്ടായിരുന്നു, ചൊണയുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതാക്കി കാണിക്കാൻ അവരെ കൊണ്ട് പറ്റും. ഈ രേണു സുധി ഒരു കുട്ടിയല്ലേ? ഈ ആൾക്കാരെ മൊത്തവും ചെന്ന് കിടന്ന് വെല്ലുവിളിക്കുവാണ്. അവരുടെ വാശി കൊണ്ടും ദേഷ്യം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടുന്നത് രേണുവിനായിരിക്കും. അതെന്താണോ എന്തോ രേണു മനസ്സിലാക്കാത്തത്. നമ്മുടെ ശാരിക ചേച്ചി രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് ഇവരെയൊന്നും ഒട്ടും ഇഷ്ടമല്ല, സത്യം പറയാലോ. ഇവരുടെ വർത്തമാനവും, ഈ ശാരിക ബിഗ് ബോസിലുണ്ടായിരുന്നതാ, ഏതാണ്ട് കുറച്ച് വളരെ തുച്ഛമായ ദിവസമേ ബിഗ് ബോസിൽ നിന്നുള്ളൂ. അതിൽ നിന്ന് ഇറങ്ങി വേണ്ടി വന്ന് അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. രേണുസുതി അവരെ ഏറ്റവും കൂടുതൽ, അതായത് ഈ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയും തെരുവിളി കേട്ടൊരു സ്ത്രീ ചിലപ്പോൾ സോഫാർ കാണത്തില്ല. ഇത്രയും അവർ മരിക്കാതെ ഒരു ഫൈറ്റ് ചെയ്ത് പോരാടി. അവരുടെ ഹസ്ബൻഡ് മരിച്ചു, അവർ ഫീൽഡിലേക്ക് ഇറങ്ങി ഒരു ആൽബത്തിൽ അഭിനയിച്ചു. അതാണ് അവർ ചെയ്ത് തെറ്റ്. അവർ തുണി അഴിച്ച് കാണിച്ചില്ല, അതുകൂടെ ചെയ്യണമായിരുന്നു. അതാണ് ഇവരുടെയൊക്കെ ആവശ്യം. അവരത് ചെയ്യില്ലാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ശരി എനിക്ക് എന്താ സിനിമ കിട്ടില്ല, എന്താ നമ്മുടെ സിനിമ എല്ലാം ഭയങ്കര കളങ്കരഹിതമാണോ? അല്ല, ബട്ട് അവർക്ക് താല്പര്യമില്ല. ശരി, എനിക്ക് ആൽബം ഇഷ്ടമാണ്, ഞാൻ അന്തസ്സായിട്ട് അഭിനയിക്കുന്നു, കാണാത്തൊരു കാണണ്ട. വെരി ബോൾഡ്. അവള് തുണി അഴിച്ചില്ലാത്രേ. നിങ്ങൾ കാണുന്നില്ലേ അവരുടെ സബ്സ്ക്രിപ്ഷൻ അവരെന്തൊക്കെയാ കാണിക്കുന്നതെന്നൊന്നും? ഒന്നും അറിയാമേതാ സംസാരിക്കുന്നത്. ബോൾഡാണ്. ആരെന്ത് പറഞ്ഞിട്ടും രേണുവിന് ഒരു പ്രശ്നവും ഇല്ല. രേണു അത് കണക്ക് തന്നെ ചെയ്യും, ബോൾഡാണ്. ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ അവർ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഏത് ഫീൽഡിലേക്കാ? തുണി അടിക്കുന്ന ഫീൽഡിലേക്കാ ഇറങ്ങിയത്. അതെന്താ കാണുന്നില്ലേ? ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് അതിൽ എന്തൊക്കെയാ കാണിക്കുന്നത്? കാല് കാണിക്കുന്നു, വിരലുകൾ കാണിക്കുന്നു. ഇതൊന്നും കാണുന്നില്ലേ ചേച്ചി? എന്നിട്ട് പറയുന്നു അവള് തുണി അഴിക്കാത്തതാണ് തെറ്റ്. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നില്ല. ആരെങ്കിലും വിളിച്ചാലല്ലേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ. പിന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്ന കണക്ക് അഭിനയിക്കണം. പിന്നെ ഇത് കണക്കുള്ള യൂട്യൂബുകാരെയൊന്നും വിളിച്ചുകൊണ്ട് പോയി രേണു സുനിധിയുടെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റത്തില്ല. രേണു സുധി സ്വന്തമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതാണ്. ഈ യൂട്യൂബുകാരെ വിളിച്ചുകൊണ്ട് കൂടെ നടന്നിട്ട് രേണു സുധി എക്സ്ക്ലൂസീവ് കണ്ടന്റ്സുകൾ യൂട്യൂബേഴ്സിന് കൊടുക്കും, എന്നിട്ട് അവരത് പുറത്തു വിടും. അങ്ങനൊന്നും സിനിമയിലോ സീരിയലിലോ നടക്കില്ല. അതുകൊണ്ടാണ് അതിലൊന്നും അഭിനയിക്കാൻ പോവാത്തത്. മനസ്സിലായോ? ഇല്ല, ഇല്ലെങ്കിൽ രേണുവിനോട് പോയി ചോദിക്കും. കാലിന്റെ വീഡിയോസ് ഇത് ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില ബ്ലോഗേഴ്സ് ഒക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രൊമോഷനാണ്. അതൊക്കെ നല്ല കാലല്ലേ? കാലല്ലേ?
എന്റെ കാലിന്റെ വീഡിയോ ഇട്ട് ചേച്ചി, കാലിന്റെ വീഡിയോ ഇട്ട് ചേച്ചി, കാല് ഞങ്ങൾക്ക് കാണണം ചേച്ചി, ഇറങ്ങാൻ കണ്ടില്ലേ ഞങ്ങൾക്ക് കാല് കാണണം ചേച്ചി, അതുകൊണ്ട് കാലിന്റെ വീഡിയോ ഇട്ട് ചേച്ചി എന്ന് പറഞ്ഞങ്ങ് എന്നെ അങ്ങ് കമ്പല് ചെയ്യുവാണ്. അതുകൊണ്ട് ഞാൻ കാലിന്റെ വീഡിയോ ഇട്ട് കൊടുക്കാറുണ്ട്, തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല കാലല്ലേ, നിങ്ങൾ പറ, നല്ല കാലല്ലേ. ഇപ്പോൾ സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഈ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ ഒരുപാട് മീംസും ഫണ്ടും കോമഡിയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ, ഇപ്പം നമ്മുടെ ജിമ്മൻ ചേട്ടന്മാർ തന്നെ, ജിം റാറ്റ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ കേരളത്തിലെ ജിമ്മൻ ചേട്ടന്മാർ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ അവർ ഷെട്ടിയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഇടുന്നില്ലേ, അവരുടെ മസിൽ അവരുടെ ചെസ്റ്റ് കാണിക്കുന്നില്ലേ, അവർ തൈസ് കാണിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ജിമ്മന്മാരുണ്ട്. അപ്പൊ അതും ചർച്ച ചെയ്യണം. ഇത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, അല്ലെ? സ്ത്രീകളെ മാത്രം നിങ്ങൾ അങ്ങനെ ജിമ്മന്മാരെ സൂക്ഷിച്ചോ. നിങ്ങൾ ഈ ഇട്ടുകൊണ്ട് ഇങ്ങനെ നെഞ്ചൊക്കെ കാണിച്ച് നിങ്ങളുടെ 6 ആപ്പും 7 ആപ്സും ഒക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളതുകൊണ്ട് നല്ലതുപോലെ കവർ ചെയ്ത് നിങ്ങളുടെ 6 ആപ്പൊന്നും ആർക്കും കാണണ്ട, കവർ ചെയ്യുന്ന നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് വേണം നിങ്ങളൊക്കെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ. ജിമ്മന്മാരെ കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി അവരെ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. നീയും അതണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാണീര്. പറയുന്ന കേട്ടില്ല ഈ ജിമ്മന്മാര് ചെയ്യുന്നത്. ജിമ്മന്മാര് ജിമ്മിൽ പോകുന്ന ആൾക്കാര് ഇവരുമായിട്ട് കമ്പാരിസൺ ചെയ്യാനായിട്ട് നാണമില്ലേ ഇവർക്ക്? അവരൊന്നുമില്ലല്ലോ ആണുങ്ങളാണ്. ആണുങ്ങൾ നെഞ്ച് കാണിച്ചെന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? ആണുങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഷർട്ട് ഇട്ടിട്ടാണോ നിൽക്കുന്നേ? അല്ലല്ലോ, അവരവരുടെ നെഞ്ച് കാണിക്കത്തില്ലേ? നീയും വീട്ടിൽ നിൽക്കുമ്പോൾ ഷർട്ട് ഇടാതെ നെഞ്ചൊക്കെ കാണിച്ചുകൊണ്ടാണോ നടക്കുന്നത്? ഈ ജിമ്മന്മാരെ പറ്റി ആണുങ്ങളെ പറ്റി കമ്പാരിസൺ ചെയ്യുന്ന ഈ ചേച്ചിക്ക് അത്രയ്ക്ക് അറിയാൻ വയ്യേ. അതുമല്ല ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, പിന്നെ അണ്ടർവെയറിന്റെ ഒക്കെ പരസ്യങ്ങളൊക്കെ പറയുന്നവരൊക്കെ കാണിക്കുന്നവരൊക്കെ എങ്ങനെ അതുമായിട്ടാണ് ചേച്ചി കമ്പാരിസൺ ചെയ്യുന്നത്. പോയിട്ടുണ്ടാവും എന്തോ. അയ്യോ സത്യം വേറെ ആയിരിക്കും, നമുക്ക് അറിയില്ല. ഞാൻ ഈ രേണുസുതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. എന്താണ് എന്നോട് ചോദിച്ചു രേണുസുതിയുടെ? ഞാൻ പറഞ്ഞു, ആ കുട്ടി ഭയങ്കരമായ സൗന്ദര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മേക്കോവർ ഒക്കെ ചെയ്ത് ബ്യൂട്ടീഷ്യനും കൊളാബൊക്കെ ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ പ്രോഗ്രാം ചെയ്യണോ, അത് ചെയ്യുന്നു ഒക്കെ ശരി. അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് മെയ്ഡ്. ആരും പുഷ് ചെയ്ത് പുള്ളിക്കാരി സ്വന്തം ചെയ്ത് പുള്ളിക്കാരത്ത് ഉയർന്നു ഉദ്ഘാടനങ്ങൾ വരെ കിട്ടി തുടങ്ങി. ഇന്നത്തെ കാലത്ത് ഒരു പണിയില്ലാതെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. സത്യം, നമ്മളെ ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് പേരുണ്ട്, ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, ഉണ്ട്. ആ സമയത്ത് രേണുവിനെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അവരുടെ കഴിവിന്റെ പരമാവധി കൊണ്ടാണ് അതൊക്കെ ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കിക്കോട്ടെ, പക്ഷെ അത് നേരെ വേണം കുടുംബം നോക്കാനും കൂടി ആയി, കുടുംബത്തിനെയും ചേർത്ത് പിടിച്ച് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ നോക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എന്താണ്, കുടുംബം നോക്കാതെയും കൊച്ചിനെ ഒന്നും കാണിക്കുന്നില്ല. ഇപ്പൊ മോനാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദിവസം ഈ പ്രിയങ്ക ആദ്യം ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ആളാ. ഇപ്പൊ അവരെ തിരിച്ചു പറയുന്നു. അവരെ അതേ കണക്കായിരിക്കും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാരെല്ലാം ഒരു സമയത്ത് വന്ന് രേണുവിന് എഗനിസ്റ്റ് ആയിട്ട് സംസാരിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഇവര് പറയുന്ന കേട്ടില്ലേ, പൈസ ഉണ്ടാക്കൂ. ഞാനും പറയുന്നതാ, എന്റെ അഭിപ്രായം അതാണ്. നിങ്ങൾ പൈസ ഉണ്ടാക്കൂ, ജീവിക്കാൻ പൈസ വേണം. പക്ഷേ അത് മാന്യമായ തൊഴിൽ ചെയ്ത് കുട്ടിയെയും കൂടെ നോക്കി വീട്ടിലുള്ള കാര്യങ്ങളും മീൻസ് കൊച്ചിനെ നോക്കാൻ അച്ഛനും അമ്മയുണ്ട്, എന്നാലും ആ കുട്ടിയെയും കൂടെ ചേർത്ത് പിടിച്ച് അതിന്റെ സന്തോഷവും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ജീവിക്കും. അല്ലാതെ കുറെ ആണുങ്ങളുടെ തൊളയിൽ കയറിയും കുറെ മേക്കപ്പും ചെയ്ത് കുറെ ആൾക്കാർക്ക് യൂട്യൂബുകാർക്ക് ബൈറ്റും കൊടുത്ത് കുറെ അവിടെ ഇവിടെയൊക്കെ കാണിച്ച് കുറെ സീറ്റ് ബെൽറ്റും ഇട്ട് മാറ്റി പിടിച്ച് കാണിച്ച് കുറെ മേക്കപ്പും ചെയ്ത് കുറെ അവിടെയും പോയി ഇവിടെയും പോയി ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. ഈ കൊച്ചു നാളെ തിരിച്ചു ചോദിക്കും, അമ്മ ഇങ്ങനല്ലേ പൈസ ഉണ്ടാക്കിയതല്ലേ എന്ന്. ഈ കിച്ചു പറഞ്ഞത് കണക്ക് ഈ രേണുവിന്റെ ഇപ്പോഴത്തെ കൊച്ചും അതിന് കുറച്ച് അറിയാറാകുമ്പോൾ അതും തിരിഞ്ഞു ചോദിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനിയിപ്പോൾ ഞാൻ മുന്നിലോട്ടൊന്നും പോകുന്നില്ല, എല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുവാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയൂ. സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് നല്ലതാണോ? ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണോ? പറയൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ അടിപൊളി വീഡിയോ ആണ്. കിച്ചുവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.